അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു അടുക്കള കൃഷിയാണ് കേട്ടോ. ഞാൻ തുടങ്ങിയൊരു പരിപാടിയാണ്. നോമ്പൊക്കെ ആയതുകൊണ്ട് ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഈ സൈഡിലിങ്ങനെ ഞാൻ അന്നാന്നത്തെ വേസ്റ്റ് കൊണ്ടിടാൻ തീരുമാനിച്ചു. അന്നാന്നത്തെ വേസ്റ്റ് കൊണ്ടിടും. അവിടെ ഞാൻ വേറെ എന്തെങ്കിലും ഒരു പുതിയ എന്തെങ്കിലും വിത്ത് നടുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ടിട്ട് അവിടെ നടാനുള്ള പ്ലാനാണ്. ഇപ്പോൾ ഞാൻ നട്ട പയറിൻ്റെ വിത്ത് മുളച്ച് അത്യാവശ്യം ഒരു 4-5 ഇലക്കായി പൊങ്ങി വന്നിട്ടുണ്ട്. ഈ തറ്റത്ത് ഞാനൊരു പപ്പായ തൈ നട്ടിട്ടുണ്ട്. എൻ്റെ അനിയൻ്റെ വീട്ടിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് നട്ടതാണ്. കണ്ടോ? ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഓരോ അന്നാന്ന് വാങ്ങുന്ന മല്ലിച്ചപ്പ് ഞാൻ അതിൻ്റെ മുരട് വെട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഞാനിവിടെ കൊണ്ട് നട്ടതാണിത്. ഇത് വലുതാവും, തീർച്ചയായിട്ടും ഇതുണ്ടാവും. നമുക്കൊരാവശ്യത്തിന് വീട്ടിലേക്ക് വേണ്ട മല്ലിയില ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ? നല്ല ഉഷാറായിട്ട് നല്ല ഗ്രോത്ത് ഉണ്ട് കേട്ടോ. ഇതിനിടയിൽ കൂടെ ഞാൻ വേറെ സംഗതി ചീര കറി വെച്ചതിന് ശേഷം അതിൻ്റെ മുരട് വെട്ടിയിട്ട് കണ്ടോ, ഇതൊക്കെ അങ്ങനെ നട്ടതാണ്. ഇതൊക്കെ ഒരിച്ചിരി രാസവളം കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് ആയിട്ട് വരും. കണ്ടോ, വള്ളി പടർന്ന് ഉഷാറായിട്ട് വരുന്നുണ്ട്. എല്ലാം മിക്സാണ്. ഒരു വീട്ടിലേക്ക് ഇതൊക്കെ പപ്പായ തൈ കേട്ടോ. ഞാൻ പപ്പായ കഴിച്ചിട്ട് അതിൻ്റെ കുരു ഇവിടെ പാകിയതാണ്. ഇത് മൊത്തം മുളക്കുന്നുണ്ട്. ഇനി മൊത്തം കുറച്ച് വേണ്ടവർക്ക് കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് കൊടുക്കാം. പിന്നെ എന്ത് ചെയ്യുക, നമുക്കിവിടെ ഒരു 3-4 തൈ ഇവിടെ നടണമെന്നുണ്ട് കേട്ടോ. പയറിൻ്റെ വിത്ത് ഇങ്ങനെ ഒരു ലൈന് പയർ വിത്ത് ഞാനിവിടെ ഇട്ടു. ഇത്രയും സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറി നമുക്കിവിടെ നടാം. നമ്മൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്ന പച്ചക്കറി വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടാൽ തന്നെ ഇതെന്ത് ചെയ്യും, ഇതിന് വേണ്ട വളം ഉണ്ടാവും. നമുക്ക് കാശ് മുടക്കി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അതോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഹെൽത്തിയായ ഫുഡ് കഴിക്കുകയും ചെയ്യാം.